ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എറണാകുളം, കൊച്ചി സ്ഥലങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടവര് വീഡിയോ കാണുന്നവര് കമന്റ് ചെയ്യുക. ശരിയായിക്കോളൂ. നമ്മൾ ഇതിനേക്കാളും വലിയ പ്രളയത്തെ അതിജീവിച്ച് വന്നവരല്ലേ? അല്ലേ അല്ലേ ആ, അപ്പോ എല്ലാം ശരിയാവും. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ? നമ്മള് നോവല് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അല്ലേ? അതല്ലേ നല്ല ദിവസം. അപ്പോൾ നോവലിന്റെ കാര്യങ്ങളും ഒക്കെ പിന്നീടുള്ള വീഡിയോസിൽ അല്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇടാം, വീഡിയോസ് പറയാം വീഡിയോയില്. പിന്നെ വേറെ എന്താണ്, ഇപ്പൊ ഞങ്ങൾക്ക് ഫ്രീ ടൈമാണ് ശരിക്കും. അപ്പൊ ആ സമയത്താണ് വീഡിയോ എടുക്കുന്നത്. ഡ്യൂട്ടിയിലാണോ ഉള്ളത്? ഇത് കണ്ടോ, ഇത് മാങ്ങാപ്പഴം. ഇത് മാങ്ങാപ്പഴം എന്ന് എല്ലാവർക്കും അറിയാലേ, പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണ്ട. ഇതിനേറ്റവും വലിയ ഒരു നൊസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ കാറ്റും മഴയൊക്കെ ഒരാൾ എന്നെ ഇവിടെ ഇത് ചിരിപ്പിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. കാറ്റ് വീശുമ്പോൾ നമ്മുടെ ഇവിടെ മാവുണ്ട്, അപ്പൊ അവിടെ മാങ്ങാപ്പഴം ചാടുമ്പോൾ ഞങ്ങൾ പോയി എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ കാറ്റൊക്കെ വീശുമ്പോ ചെറുപ്പത്തില് മാമ്പഴമൊക്കെ പോയി പറക്കിയെടുക്കുക, അത് സൂക്ഷിച്ചു വെക്കുക, പിന്നീട് കൂട്ടുകാരൊക്കെ കൂടിയിട്ട് അത് കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഓർമ്മകളാണ്. ഒരു റിയൽ നൊസ്റ്റു ആണത്. അപ്പൊ അതേ ഫീൽ തന്നെയാണ്. ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് നമ്മൾ മാറി നിന്ന് നമുക്ക് കുറച്ചും കൂടി റിലാക്സേഷനും സ്ട്രെസ് റിലാക്സ്ഡ് ആയിട്ട് എന്താ പറയാ, അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ഓർമ്മകളാണ് ഇതൊക്കെ. ജീവിതത്തിൽ എവിടെ പോയാലും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന കുറച്ച് നല്ല ബെസ്റ്റ് മെമ്മറീസ് കളക്ഷൻസ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ തോന്നി. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മൊബൈൽ ഫോൺസും അല്ലെങ്കിൽ എപ്പോഴും ഗെയിംസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അതപ്പോൾ നമ്മൾ മാക്സിമം പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്താലൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള നല്ല മെമ്മറീസ് കിട്ടുള്ളൂ. ഇനി വരുന്ന ജനറേഷനിൽ ഞാനടക്കം മേ ബി ഇങ്ങനെയുള്ള കാഴ്ചകളും ഓർമ്മകളും ഒക്കെ നഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ടല്ലേ. പഴയ കാലത്തുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അവര് ഒരുപാട് ബെറ്ററാണ് നമ്മളെക്കാൾ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ നല്ല മെമ്മറീസ് നൊസ്റ്റു അങ്ങനെയൊക്കെ ഉള്ളവര് കമന്റ് ചെയ്യുക. നമുക്ക് കമന്റ്സ് വായിച്ചു കഴിയുമ്പോൾ അവരുടെയും കൂടി മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നല്ലൊരു ഒരു എന്താ പറയാ, എന്താടി പറയാൻ ചെയ്യന്, നമുക്കും അതൊരു പ്രത്യേക ഒരു അനുഭവമായിരിക്കുമല്ലോ. പിന്നെന്താ, മാങ്ങ ചെത്താന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഞാന് ബിഗ് ബോസ് സമയം ഇപ്പോ 1:26 AM. മാങ്ങ ചെത്തി കഴിക്കുന്ന കാര്യം ഓർക്കുമ്പോ എനിക്ക് മാങ്ങ ഇപ്പൊ കഴിക്കണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ചെറുതായിട്ടൊക്കെ, എന്നാലും അങ്ങനെ ഇല്ല കേട്ടോ. പിന്നെ കമന്റ്സ് എപ്പോഴും കുറവാണ് ശരിക്കും മൊത്തത്തിൽ. കാരണം കമന്റ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ കുറെ പേര് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, പേര് കാണുമ്പോൾ. പക്ഷെ കുറെ പേരൊന്നും അറിയില്ല. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. പിന്നെന്താ, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്താലാണ് നമുക്ക് കുറെയൊക്കെ അറിയാൻ പറ്റുള്ളൂ ആരാണ് എവിടെ നിന്നൊക്കെയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ പെടുന്നവരാണ് നമ്മുടെ തോമസ് കുട്ടി. തോമാച്ചനെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ വീഡിയോക്കകത്ത് അവന്റെ കമന്റ്സ് ഉണ്ട്. അവനല്ല, ചേട്ടായി കേട്ടോ. തോമസ് കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹലോ ഇടുക കേട്ടോ. ലൈവായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ വിജയ് ചേട്ടൻ, പിന്നെ
ദീപു സെബാസ്റ്റ്യൻ, പിന്നെ ആരൊക്കെയാ സ്ഥിരമായിട്ടുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ വേറെ 1-2 ആളുകളൊക്കെ പുതിയ ആളുകളൊക്കെ 2-3 ആൾക്കാരുണ്ട് കണ്ടു. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് സ്നേഹം, നന്ദി. പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോഴും നമ്മളിപ്പോ എല്ലാം നല്ലത് മാത്രം എക്സ്പെക്ട് ചെയ്യണം എന്നില്ല. ഇതുവരെ നമ്മുടെ വീഡിയോസിനും കാര്യങ്ങൾക്കും ഒന്നും അങ്ങനെ പുറത്തുനിന്ന് ഒരു ചീത്ത ഇതായിട്ട് വന്നിട്ടില്ല. പിന്നെ എന്തുണ്ടെങ്കിലും നമ്മൾ വീഡിയോ ഇടാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്ത് ചെയ്യണം മനസ്സി ആളവിടെ ഡ്യൂട്ടി ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കെപ്പോഴും നല്ല കമന്റ്സ് മാത്രമേ വരുള്ളൂ, നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തുമില്ല. അപ്പം ഓൾ എക്സ്പെക്റ്റഡ് ആണ് എന്താണെങ്കിലും. അപ്പോൾ അതെന്താണ് കമന്റ്സിന്റെ കാര്യം ഇവിടെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എപ്പോഴും കമന്റ്സ് ഒക്കെ അതായത് കാണാൻ വേണ്ടിയിട്ട് ഇത്ര കൗതുകത്തോടു കൂടി ഇരിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ പലരും പറയുന്നുണ്ട്, കമന്റ്സ് ഇപ്പോൾ കാണാൻ ഭയങ്കര എന്താ പറയാ ഇഷ്ടമായിരിക്കും വായിക്കാൻ, അല്ലെങ്കിൽ വരാൻ വേണ്ടി കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും. പക്ഷെ യഥാർത്ഥത്തിലുള്ള കമന്റ്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് ചിലത് ഹർട്ടാവുന്നുണ്ടാവാം, ചിലത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ലെവലിൽ വരാം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. പക്ഷെ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്താണ് നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ എനിക്കതുകൊണ്ട് എനിക്ക് അങ്ങനെ അത് വേറെ ഒരു പ്രശ്നമില്ല. അത് നമ്മൾ മാങ്ങ കൂട്ടി കഴിക്കുക അല്ല മാങ്ങ കഴിക്കുന്നത് ഉപ്പ് ചെത്തിക്കോ കഴിക്കുക, കുഴപ്പമില്ല. അത് ഞാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിട്ടൊരു മാങ്ങ ചെത്താൻ വേണ്ടിയിട്ട് ഒരു ദിവസമായി, ഏകദേശം ഇന്നലെ അല്ലേ, ഏകദേശം ഒരു ദിവസമായി കാണും. അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് അപ്പോൾ ഇപ്പൊ അത് കഴിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തി ലാസ്റ്റ്. അപ്പൊ അങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് മുന്നോട്ട് എന്ത് കമന്റ്സ് വന്നാലും എന്ത് വന്നാലും വി വിൽ ഫേസ് ഇറ്റ് അല്ലെ. ആ ഒരു ധൈര്യമാണ് എല്ലാവർക്കും കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ മോട്ടിവേഷൻ വീഡിയോസ് ഇടുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ ഇത് തന്നെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ മാങ്ങ ചെത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല ചിലയിടത്ത് മാങ്ങ പൂളുക എന്ന് പറയൂലേ. എനിക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിലും പറയാം, നമുക്ക് കഴിച്ചാൽ മതി. കഴിക്കുന്ന സമയത്ത് കിട്ടിയാൽ മതി സാധനം കറക്റ്റ് ആയിട്ടല്ലേ. എങ്ങനെ വേണമെങ്കിലും പറയാം. ഇതാണ് മാങ്ങ അല്ലെ. ആ മാങ്ങനെ നമ്മൾ പീസായിട്ട് എടുത്ത കേട്ടോ. ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഉപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ തേച്ചിട്ട്, എന്താണ് ആൻസി മോളെ വെച്ചിരിക്കുന്നത്? പറ, എന്തെങ്കിലും പറയാ. അത് അവളിരുന്ന് കഴിച്ചിട്ട് ലാസ്റ്റ് ഇതാരെ സെറ്റാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ ആൻസിക്കുട്ടി ആട്ടോ സെറ്റാക്കിയത്. ഒരു കുതിരപ്പവൻ നിനക്ക് ഇരിക്കട്ടെ. ഇതെടുത്ത് പക്ഷെ ഇത് കണ്ടിട്ട് പകുതി കേടായതുപോലെ. എന്നാലും നീ ട്രൈ ചെയ്തു. അപ്പൊ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തോട്ടെ. കുഴപ്പമില്ല. എനിക്ക് ഈ ഒരു പരുവം ആണ് ഇഷ്ടം. വലിയ പഴുപ്പില്ല എന്നാ ഉണ്ടാണ്. കാരണം ഓവർ പഴുപ്പല്ല എന്താ പച്ച മാങ്ങയല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അത് ഭയങ്കര ഒരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഈ ഒരു പരുവം എന്ന് പറയുന്നത് അടിപൊളിയെ കഴിക്കാൻ. അപ്പൊ ഈ ഒരു ലെവലിൽ കഴിക്കുന്നവര് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരൊന്ന് കമന്റ് ചെയ്യാം. പിന്നെ അതെല്ലാത്തിലും ഇപ്പൊ നമ്മള് ഫ്രൂട്ട്സിന്റെ കാര്യത്തിലെല്ലാം ആ ഒരു പരുവം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആണല്ലേ. നമ്മുടെ ആൻസിക്കുട്ടി നമ്മൾ പറഞ്ഞ പോലെ ഈ മാമ്പഴം നമ്മൾ ഓപ്പറേറ്റ് ചെയ്തപ്പം അത് ഈ മാമ്പഴം ചീത്തയാണ് കേട്ടോ. അപ്പൊ നമ്മളിത് അതുപോലെ തന്നെ അടച്ച് വയ്ക്കുന്നു അല്ലേ. അങ്ങനെ നമ്മൾ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ബ്രേക്ക് ടൈം ഏകദേശം കഴിയാറായി. അപ്പൊ തിരിച്ച് നമ്മളെല്ലാരും ഡ്യൂട്ടിക്ക് കയറുന്നു അല്ലേ ആൻസിക്കുട്ടി? അപ്പൊ ശരി. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള ടോക്കിലായിരിക്കും കേട്ടോ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ഈ
കുസൃതി അല്ലെങ്കിൽ തമാശ പോലെയൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നത്. നമ്മൾ കാര്യമായിട്ടുള്ള കാര്യം സംസാരിക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് അതിൻ്റെതായ ഗൗരവത്തിലായിരിക്കും കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാതെ എനിക്ക് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് വാർത്ത വായിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, പൊട്ടത്തരമാണെങ്കിലും. അപ്പം ശരി, ബൈ, ടാറ്റ.